ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയാലോ ചട്ടിയോളം. ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ, 8-10 ചെറിയുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 പിടി കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതായി ഈ ഒരു പരുവത്തിലെത്തിയ തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തരിയില്ലാതെ പൊടിച്ചെടുക്കാം. ശേഷം പൊടിച്ചെടുത്ത തേങ്ങാക്കൂട്ടിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചതിന് ശേഷം മസാല അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാൻ കഴിയും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 8-10 ചെറിയുള്ളി 2ആയി മുറിച്ചത്. ഇനി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് നേരത്തെ അരച്ചു വെച്ച തേങ്ങാ മിക്സും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം 2 കഷ്ണം കൊടംപുളിയും ഇട്ട് കൊടുത്ത് ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീനും ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിച്ച് ചാറൊക്കെ ഇതുപോലെ നന്നായി കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്ത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ വറുത്തരച്ച കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.